ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഈ കൊച്ചു വീട്ടിലൊരു സാധാരണ ദിവസമാണ്. എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ ഒരു ഡയറിയിലെ പോലെ ഞാൻ കുറിച്ചിടാൻ തീരുമാനിച്ചു. അതാണ് രേഷ്മാസ് ഡയറി. അപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും എൻ്റെ ഈ ഒരു കുഞ്ഞു ഡയറിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ഇന്ന് എനിക്കാണെങ്കിൽ വളരെ സാധാരണമായൊരു ദിവസമാണ്. പക്ഷേ എങ്കിലും എനിക്കിത് പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കൂടി കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കല്ലേ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാളും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് മലനട കേട്ടോ. അതേപോലെ തന്നെ പാവുമ്പയും നല്ല സൂപ്പർ സ്ഥലമാണ്. പക്ഷേ എന്നാലും നമുക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴും നമ്മുടെ സ്വന്തം വീടും സ്വന്തം നാടിനോടും ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതല്ല, എങ്കിലും സൂപ്പർ സ്ഥലമാണ്. നല്ല എന്താണ്, നമുക്ക് രാവിലെ തന്നെ എണീക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന കുറേ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അടുത്ത അമ്പലമുണ്ട്. പിന്നെ ഇതെൻ്റെ വീട്. നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും എൻ്റെ വീടൊക്കെ അറിയാമായിരിക്കും. കാരണം ഞാൻ മലനടയിൽ വരുമ്പോഴെല്ലാം ഞാനിങ്ങനെ വീട്ടിലുള്ള വ്ളോഗുകളൊക്കെ ഇടാറുണ്ട്. പിന്നെ ഇത് അമ്മയുടെ ചെടിത്തോട്ടമാണ്. പണ്ടത്തെ എൻ്റെ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ ഗാർഡനൊക്കെ സെറ്റാക്കി കൊടുത്തതുമൊക്കെ. അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ചതാ പൊന്തി മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുക്കളയിൽ കയറണം. അടുക്കളയിൽ കയറി കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയില്ല, അമ്മ ജോലിക്ക് പോയേക്കാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, എങ്കിലും അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പിന്നെ അച്ഛനുണ്ട്. അച്ഛൻ കൃഷിക്കകത്തോട്ടൊക്കെ പോയിട്ട് കുറച്ച് കൃഷികളൊക്കെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചത്. വീട് ചെറുതായാലും വലുതായാലും വൃത്തിയായി സൂക്ഷിക്കുന്നതിലാണ് കേട്ടോ അതിൻ്റെ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളും അതിൻ്റേതായ ഭാഗത്ത് അടുക്കി പറക്കി വെക്കുമ്പോഴും അത് അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ മടിയൊക്കെ വരും, എങ്കിലും വീടൊന്ന് നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. പിന്നെ നമുക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് അത് വെന്തിട്ടുണ്ട്. നമ്മളത് ഊറ്റി വാർക്കാൻ വെക്കത്തില്ലേ, നമ്മളിവിടെ ഊറ്റുന്നെന്നാണ് പറയുന്നത്. ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രാവിലെ കഴിക്കാൻ ദോശയാണ്. ദോശ മാത്രമേ അമ്മ ചുട്ട് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കണം. തേങ്ങ തിരുമിയതുണ്ട്. അതിനകത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഉള്ളിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നല്ല വെണ്ണ പോണക്ക് ഇങ്ങോട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദോശയ്ക്ക് കടുവറ മാത്രം മതി. കടുകുവറയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ദോശ പോലും നമ്മുടെ ചമ്മന്തിക്കറി സെറ്റായി കഴിയും. പിന്നെ പാർത്തമ്മോൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. സ്കൂളിൽ അടച്ച് തന്നെ ആയതുകൊണ്ട് അവനിപ്പം ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ വിളിക്കാറുമില്ല. പഠിക്കാനൊന്നും പോവണ്ടല്ലോ, ട്യൂട്ടോറിലൊന്നും ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ കിട്ടുന്ന സമയത്തല്ലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വെളുപ്പിനെ എണീക്കണം, പഠിക്കാനും എഴുതാനും നോട്ട് എഴുതാനും എല്ലാം ഒരുപാട് കാര്യങ്ങൾ കാണത്തില്ലേ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വിളിക്കാനും പോയിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ദോശയ്ക്കുള്ള ചമ്മന്തിക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം കൂടി എനിക്ക് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ കാര്യം സെറ്റാവും. പിന്നെ ആണെങ്കിൽ അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിലായിരുന്നു. അപ്പോൾ ഞായറാഴ്ചയാണ്ട് ഇങ്ങോട്ട് പാവുമ്പേന്ന് വന്നതാണ്. നമ്മുടെ ചോറ് വെള്ളം എല്ലാം വാർന്നു പോയിട്ടുണ്ട്. നമ്മളത് നൂത്തിട്ടുണ്ട്. നമ്മുടെ ദോശയും നല്ല വെണ്ണ പൂണുക്കുള്ള പരുവത്തിലുള്ള നല്ല കുഴമ്പം പരുവത്തിലുള്ള നമ്മുടെ ചമ്മന്തിക്കറി നമ്മുടെ എണ്ണീറ്റിട്ടുണ്ട്. എണ്ണീറ്റ് ഇവിടെ ഇരുന്ന് ലാപ്പിനകത്ത് എന്തൊക്കെയോ വീഡിയോസ് കാണുകയാണ് കേട്ടോ. യൂട്യൂബിൽ ഏതാണ്ട് വീഡിയോസ് കാണുവാണ്. അപ്പം അവൻ അവിടെ നിന്ന് കാണട്ടെ. പിന്നെ എനിക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തേക്കുള്ള ചീനി പൊളിച്ചരിഞ്ഞ് വേവിക്കണമായിരുന്നു. ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. ചാച്ചനും ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തു. ചാച്ചനും അവിടെ നിന്നുകൊണ്ട് കഴിക്കുന്നുണ്ട്, ടി വിയൊക്കെ കണ്ടുകൊണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ മാറി കിടപ്പുണ്ട്. അവന് ടി വി കാണണ്ട, അവൻ ഇതിനകത്തിരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ചീനിയൊക്കെ അരിഞ്ഞു. ഇനി അത് വേവിച്ച് ഉച്ചഭക്ഷണവും എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുളിച്ചായിരുന്നു. ഭയങ്കര ചൂടല്ലേ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാനും അമ്മയും കുഞ്ഞമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ കട്ടനൊക്കെ ഇട്ട് കുടിച്ചു ഇരിക്കുകയാണ്. അമ്മ നിങ്ങൾക്കൊരു ഹായിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞമ്മ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇതാക്കിയില്ല. വലിയ കാര്യം വീഡിയോ എടുക്കുന്നതിൽ അത്ര വലിയ താല്പര്യമില്ല പുള്ളിക്കാരത്തിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ അധികം ശ്രദ്ധിക്കാത്തത് കേട്ടോ.
പിന്നെ ഞങ്ങളിങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിയും തമാശയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം ഇന്നത്തോടും കൊണ്ട് ഞങ്ങൾ പാവമ്പയ്ക്ക് പോവുകയാണ് കേട്ടോ. ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഇനി വീണ്ടും നമ്മൾ പോകണം. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത്. പിന്നെ ദാ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇവിടെ നിന്നാൽ മതി, അടിപൊളി സൺസെറ്റ് കാണാം കേട്ടോ, സൂപ്പറാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ ദാ ഈ വയലിൽ വെള്ളമാവാത്തത് കൊണ്ട് തന്നെ ഇവിടെ ക്രിക്കറ്റ് കളിയുണ്ട്. കണ്ടം ക്രിക്കറ്റ് കളി ടീംസുണ്ട്. അങ്ങനെ അവരൊക്കെ വന്നു, ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് എന്താണോ ദൈവം തന്നിട്ടുള്ളത് ആ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമല്ലേ. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അല്ലാതെ നമ്മൾ എനിക്കിതില്ല എന്ന് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ അല്ലേ. അപ്പം മറ്റൊരു അധ്യായമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം രേഷ്മ ഫ്രം രേഷ്മാസ് ഡയറി.